بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين محمد صلى الله عليه وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن صدق الله العظيم. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വീരഗാഥകൾ സ്മൃതിപഥങ്ങളിലേക്ക് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വന്ന് ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാളിൻ്റെ 1000 ഈദ് ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങകലെ ഇറാഖ് എന്ന രാജ്യത്ത് ബാബിലോണിയൻ പട്ടണത്തിൽ ഊർ എന്ന ഗ്രാമത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തലമുറയിൽ ജന്മം കൊണ്ട ഒരു ശിശുവായിരുന്നു ഇബ്രാഹിം എന്ന കുട്ടി. ആ കുട്ടി വളർന്നു വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ചുറ്റുഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനകളിൽ, ഇടപെടലുകളിൽ, സംസ്കാരങ്ങളിൽ എല്ലാം വളരെ ദുഃഖിതനായിക്കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് സംഭവിച്ചു പോയി എന്ന് പരിതപിച്ച് തൻ്റെ ആദർശം ആദ്യമായി കുടുംബത്തിലും പിന്നെ നാട്ടിലും സമൂഹത്തിലും അവസാനം രാജാവിൻ്റെ മുമ്പിലും വെളിപ്പെടുത്തുന്ന യുവാവായി മാറുകയുണ്ടായി. ശേഷം നുബുവത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഇബ്രാഹിം എന്ന യുവാവ് അള്ളാഹുവിൻ്റെ ഖലീലായി മാറാൻ അള്ളാഹു ഒട്ടേറെ പരീക്ഷണങ്ങൾ ആ വ്യക്തിയിൽ നടത്തുകയുണ്ടായി. അള്ളാഹു പറയുന്നു, വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ. ധാരാളം നിർദ്ദേശങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും ഇബ്രാഹിമിനെ തൻ്റെ റബ്ബ് പരീക്ഷിക്കുകയുണ്ടായി. ഫഅതമ്മഹുന്ന. എല്ലാ പരീക്ഷണങ്ങളിലും ഇബ്രാഹിം പൂർണ്ണാർത്ഥത്തിൽ വിജയം വരിക്കുകയുണ്ടായി. ലോകത്ത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം സത്യത്തിനായി ത്യജിക്കാൻ ത്യാഗം ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ഭയപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ, അപകടങ്ങളായി എന്തൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടോ അതിനെയെല്ലാം സത്യമാർഗത്തിൽ സാമോദം സഹിക്കേണ്ടി വന്നപ്പോൾ ഇബ്രാഹിം എന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ പൂർണ്ണാർത്ഥത്തിൽ വിജയിയായി മാറുകയുണ്ടായി. ദിവ്യാത്ഭുതങ്ങൾ കാട്ടി ആളുകളെ അമ്പരിപ്പിച്ചതോ, പടയോട്ടങ്ങൾ നടത്തി സാമ്രാജ്യങ്ങൾ കീഴടക്കിയതോ അല്ല അദ്ദേഹത്തിൻ്റെ മഹത്വമായിട്ട് ഖുർആൻ വിവരിക്കുന്നത്. ആരാധനാ കേന്ദ്രങ്ങളിൽ ആദർശം മനസ്സിൽ സൂക്ഷിച്ച് അടങ്ങിയിരിക്കുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. സാക്ഷാൽ ദൈവമൊഴിച്ച് മറ്റെല്ലാ ദൈവങ്ങളും ആരാധനാമൂർത്തികളും തികച്ചും മിഥ്യയാണ് എന്ന് സമൂഹത്തിൽ യുക്തിഭദ്രമായ ആശയ സംവാദങ്ങളിലൂടെ അദ്ദേഹം പുലർത്തുകയുണ്ടായി. അങ്ങനെ തുടക്കം തന്നെ തൻ്റെ വീട്ടിൽ നിന്ന് എതിർപ്പുകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. കാരണം വിഗ്രഹത്തെ നിർമ്മിച്ച് അതിനെ വിപണനം നടത്തുന്ന ജോലിയായിരുന്നു തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവാകുന്ന ആസർ എന്ന വ്യക്തിയുടെ ജോലി. താൻ തൻ്റെ ചുറ്റുവട്ടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യശൂന്യമായ ആരാധനകളെ എതിർത്തപ്പോൾ അതിനെ നേരിടാൻ
തൻ്റെ പിതാവ് തന്നെ ആദ്യമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് സത്യം. പിതാവുമായിട്ട് സംവദിക്കുന്ന ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ പല ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ. കേൾക്കാത്ത, കാണാത്ത, വലാ യുഗ്നി അൻക ശൈഅ, താങ്കൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഈ ആരാധനാമൂർത്തികളെ, ഈ വിഗ്രഹങ്ങളെ, ഈ ദൈവേതര വിഗ്രഹങ്ങളെ, ആരാധ്യ വസ്തുക്കളെ എന്തിനാണ് അങ്ങ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചതുകൊണ്ട് പ്രബോധനത്തിൻ്റെ തുടക്കം, സംസ്കാരത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും ആരംഭം തൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു മഹാനവറുകൾ തുടങ്ങിയത്. ആദ്യം വീട് നന്നാക്കുക, പിന്നെ നാട് നന്നാക്കുക എന്ന ആപ്തവാക്യം പൂർണാർത്ഥത്തിൽ അന്വർത്ഥമാക്കാനായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിച്ചത്. എന്നാൽ പിതാവ് പറഞ്ഞു, ലഇല്ലം തന്തഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. നിന്റെ ഈ ആദർശ പ്രബോധനം, ആരാധനാമൂർത്തികളെക്കുറിച്ചുള്ള ഈ കുറ്റം പറച്ചിൽ, ഇത് നീ അവസാനിപ്പിച്ചില്ലെങ്കിൽ, നീ നിർത്തിയില്ലെങ്കിൽ നിന്നെ എനിക്ക് തന്നെ കല്ലെറിയേണ്ടി വരും. വഹ്ജുർനി മലിയ, എൻ്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ പുറത്താക്കേണ്ടി വരികയും ചെയ്യും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, പ്രിയപ്പെട്ട പിതാവേ, എനിക്ക് നിങ്ങളോട് മറുത്തൊന്നും പറയാനില്ല. അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ദേശാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ റബ്ബിലേക്ക് തീർത്ഥാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഏകാന്ത പതികനായി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്നെ കല്ലെറിയേണ്ട, നിങ്ങളെന്നെ ആട്ടിപ്പുറത്താക്കുകയും വേണ്ട, ഞാനതിന് സ്വയം തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിനെ, പ്രിയപ്പെട്ട മാതാവിനെ, കുടുംബക്കാരെ എല്ലാവരെയും വിട്ടൊഴിയേണ്ടി വരുന്ന രംഗമാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്, ഇദബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ഫതമ്മഹുന്ന. ഇബ്രാഹിമിനെ ഒട്ടേറെ കൽപ്പനകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു, അതിലൊക്കെ പൂർണ്ണാർത്ഥത്തിൽ വിജയം വരിച്ചു. ഒന്നാമത്തത്, എല്ലാവരെയും നഷ്ടപ്പെടുകയാണ്. ഉറ്റവർ, ഉടയവർ, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സഹായികൾ, ആത്മമിത്രങ്ങൾ, ഇതൊക്കെയും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ നൊമ്പരം പ്രിയപ്പെട്ടവരെ ഏറെ അനുഭവിച്ച വ്യക്തിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ശേഷം പ്രബോധനം നാടിൻ്റെ നാനാഭാഗങ്ങളിലുമായി അള്ളാഹുവിൻ്റെ തൗഹീദിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ദൈവമെന്ന് വാദിച്ചുകൊണ്ട് മനുഷ്യനെ ജീവിക്കാനും മനുഷ്യനെ മരിപ്പിക്കാനും എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ നമ്രൂദുമായിട്ടായിരുന്നു പിന്നെ മഹാനവറുകൾക്ക് സംവദിക്കേണ്ടി വന്നത്. ആദർശ പോരാട്ടങ്ങളിൽ ധാരാളം യുക്തിഭദ്രമായ ചിന്തകൾ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിർഭയത്തോടുകൂടി വിളിച്ചു പറയാൻ ചങ്കുമുറ്റം കാണിച്ച ഒരു ധീര മുജാഹിദും കൂടിയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയില്ലാതെ മുട്ടുമടക്കി കുറ്റസമ്മതിക്ക് നടത്തേണ്ടി വന്ന പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശിക്ഷിക്കാനാണ് തയ്യാറായത്. ജയിൽവാസങ്ങളും അതുപോലെ തന്നെ ക്രൂരമായ തടവുകളും ആദർശ പ്രബോധന രംഗത്ത് നിലനിൽക്കുന്നവർക്ക് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല. അതിനു മുമ്പും ശേഷവും ചരിത്രം അതാണ് നമുക്ക് നൽകുന്ന പാഠം. ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേവലം ജയിലിൽ അടയ്ക്കാനല്ല അവരുടെ തീരുമാനം, കൊട്ടാരത്തിൽ നിന്നുള്ള ജഡ്ജ്മെന്റ്, നേരെ മറിച്ച് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ ദൈവങ്ങളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ കരിക്കുകയാണ് വേണ്ടത്. അഗ്നികുണ്ഡം തീർത്ത് അതിൽ
ചാരമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്ന വിധിയായിരുന്നു, വിധി ജഡ്ജ്മെന്റ് ആയിരുന്നു, വിധി പ്രസ്താവമായിരുന്നു കൊട്ടാര കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. അത് തന്നെ മുഴുവൻ ജനങ്ങളെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഇദ്ദേഹത്തിനെതിരിലാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഓർഡർ നൽകിക്കൊണ്ട് ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈവങ്ങളെ എതിർക്കുന്ന, ഇബ്രാഹീമിനെ കരിക്കുന്നതിന് വേണ്ടിയുള്ള ഭീമാകാരമായ അഗ്നികുണ്ഡം തീർക്കുന്നതിന് വിറകുകൾ, ഇന്ധനങ്ങൾ വേണം. അതിന് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങൾക്ക് നേർച്ചയാക്കിക്കൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് വിറകുകൾ ശേഖരിച്ച് വലിയ തീക്കുണ്ഡം ഉണ്ടാക്കുക എന്നാണ് രാജാവ് ഓർഡർ നൽകിയത്. അങ്ങനെ രാജ്യനിവാസികളിൽ അധിക പേരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വധശ്രമത്തിൽ ഭാഗവാക്കായി എന്നുള്ളതാണ് സത്യം. പക്ഷേ അഗ്നിയെ നിയന്ത്രിക്കുന്ന, ജലത്തെ നിയന്ത്രിക്കുന്ന, കാറ്റിനെ നിയന്ത്രിക്കുന്ന, സൂര്യനെ നിയന്ത്രിക്കുന്ന, എല്ലാത്തിനും എല്ലാ ശക്തിയും കൊടുക്കുന്ന പടച്ചതമ്പുരാന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. എന്തായിരുന്നു തീരുമാനം? അല്ലാഹുവിന്റെ തീരുമാനം വാറാദു കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അവർ വലിയ ചതിയും ഗൂഢതന്ത്രങ്ങളും അവർ ഓരോരുത്തരും ആസൂത്രണം ചെയ്ത് അദ്ദേഹത്തിനെ ഭസ്മമാക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവന്റെ ഓർഡറും പുറത്തിറക്കി. അവന്റെ വിധി പ്രസ്താവവും അവന്റെ ജഡ്ജ്മെന്റും ആ നാട്ടിൽ അല്ലാഹു കേൾപ്പിക്കുകയാണ്. ഖുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അഗ്നിയെ നീ ഇബ്രാഹിമിന് തണുപ്പാകുക, രക്ഷയാകുക, അങ്ങനെ എയർ കണ്ടീഷൻ ആകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഗ്നിയുടെ ഉള്ളിൽ എയർ കണ്ടീഷൻ ഒരുക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരാണ് നമ്മൾ, തവക്കുൽ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാനും തവക്കുലും നാം മാതൃകയാക്കണമെന്ന വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അഗ്നികുണ്ഡത്തിൽ നിന്നും അല്ലാഹുവിന്റെ സഹായത്താൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെയാണ് ആ നാട്ടിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കാൽനട യാത്രക്കാരനായി, ഏകാന്ത പഥികനായി പ്രബോധനത്തിന് പോകാൻ അല്ലാഹു നിർദ്ദേശം നൽകുന്നത്. ഇറാഖിൽ നിന്ന് ജോർഡാനിലേക്ക് പോകണം, ജോർഡാനിൽ നിന്ന് സിറിയയിലേക്ക് പോകണം, സിറിയയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകണം. ഫലസ്തീനിൽ മാത്രം പ്രബോധനം പോരാ, ഈജിപ്തിൽ വലിയൊരു സാംസ്കാരിക നാഗരികതയ്ക്ക് തുടക്കം കുറിക്കണം. അതിനുവേണ്ടി ഇബ്രാഹിമെ നിങ്ങൾ ഈജിപ്തിലും പോകണം. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ വഴിയാത്ര ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുകയാണ്. കൂടെ തന്റെ പ്രിയതമയായ സാറയും ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലും ചെന്ന് തൗഹീദിനെ പ്രബോധനം ചെയ്ത് പല സ്ഥലങ്ങളിലും തന്റെ പ്രതിനിധികളായിട്ട് പലരെയും നിയോഗിച്ച കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന സഹോദരന്റെ പുത്രനെ മഹാനവറുകള് ജോർഡാനിൽ നിയമിക്കുന്നു. ചരിത്രം വിശാലമാണ്. സഹോദരങ്ങളെ, എന്തുമാത്രം ത്യാഗമായിരിക്കും. ഇന്ന് നമുക്ക് സഞ്ചരിക്കാൻ നല്ല സ്പീഡുള്ള വാഹനങ്ങൾ ഉണ്ടായിട്ട് പോലും യാത്രയുടെ ക്ഷീണം നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളവരാണ്. ആയിരക്കണക്കായ കിലോമീറ്ററുകൾ കാൽപാദത്തിലൂടെ നടന്നു പോകുന്ന ഒരു ഇബ്രാഹിമിനെ ഓർത്തു നോക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നതിനും തൗഹീദിൽ അടിയുറച്ച ഒരു സമൂഹം ഈ ലോകത്ത് അള്ളാഹുവിന് ആരാധന അർപ്പിക്കുന്നതിനും വേണ്ടി നടത്തിയ അക്ഷീണയത്നങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവസാനം ഫലസ്തീനിൽ എത്തുന്നു. ഫലസ്തീനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ മാർഗങ്ങൾ അവർക്ക് പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ഈജിപ്തിലെത്തുന്നു. ഈജിപ്തിൽ നിന്നാണ് മഹാനവറുകൾക്ക് ഹാജറു എന്ന് പറയുന്ന ഒരു വനിതയെ സമ്മാനമായിട്ട് അവിടുത്തെ രാജാവ് സാറ വഴി നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഹാജറയുമായിട്ട് പിന്നെ ദാമ്പത്യ ബന്ധത്തിലാണ് 90ാമത്തെ വയസ്സിൽ ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞുമോൻ പിറവി കൊള്ളുന്നത്. അപ്പോൾ പരീക്ഷണത്തിന്റെ
അതിൻ്റെ രൂപം മാറുകയാണ്, ഭാവം മാറുകയാണ്. ആ കുഞ്ഞു മോനെയും ആ പ്രിയതമയെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് അങ്ങകലെ സൗദി അറേബ്യയുടെ ഹിജാസ് നഗരിയിലേക്ക് പോകണമെന്നാണ് കൽപ്പനയുണ്ടാകുന്നത്. അങ്ങനെ പോകുകയാണ്. അവിടെ ചെന്നപ്പോഴോ പരീക്ഷണത്തിന്റെ മുഖം മറ്റൊന്നായി മാറുന്നു. അവിടെയും ഒരു സംസ്കാരം ഉണ്ടാകണം, ഒരു നാഗരികത വളരണം, നാഗരികതയുടെ ചില്ലമായി മക്ക മാറണം എന്ന് പടച്ച തമ്പുരാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രിയതമയെയും കൈക്കുഞ്ഞിനെയും ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ തിരുഭവനത്തിന്റെ സമീപത്ത് ആക്കിയിട്ട് നിങ്ങൾ വീണ്ടും ഫലസ്തീനിലേക്ക് പോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുഞ്ഞുമോനെ കണ്ട് സായുജ്യമടഞ്ഞു തീർന്നിട്ടില്ല. ആ കുഞ്ഞിന്റെ പാൽ കുഞ്ചിന് കണ്ടുകൊണ്ട് ഇതുവരെയും അദ്ദേഹത്തിന് മതി വന്നിട്ടില്ല. കേവലം ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഈ നിർദ്ദേശമുണ്ടാകുന്നത്. ചില വചനങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് റബ്ബ് ഇബ്രാഹിം നബിനെ പരീക്ഷിച്ചു എന്ന് നാം പാരായണം ചെയ്തു പോകുമ്പോൾ കേവലം അതര വ്യായാമം മാത്രം നടത്താനുള്ളതല്ല, മനസ്സിൽ തറക്കണം. ആ പരീക്ഷണം എന്തായിരുന്നു? അതിൽപ്പെട്ടതായിരുന്നു കുഞ്ഞിനെയും പ്രിയതമയെയും ഊഷരമായ ആ ഭൂമിയിൽ, ജലരഹിതമായ ആ ഭൂമിയിൽ, ആ സൈകത ഭൂമിയിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോകണമെന്ന് അള്ളാഹുവിൽ തവക്കുലാക്കി അതിനും തയ്യാറായി. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച ഏറ്റവും വലിയ ഖലീലുല്ലാഹി ആയി മാറാൻ കഴിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രം വിശാലമാണ്. പിന്നെ ഉള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈജിപ്തിലും ഫലസ്തീനിലുമായിട്ട് തൗഹീദിന്റെ പ്രബോധകനായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നും കുഞ്ഞിനെയും പ്രിയതമയെയും കാണാൻ മക്കയിൽ വരും, തിരിച്ചു പോകും. അങ്ങനെ പല പ്രാവശ്യം വന്ന് തിരിച്ചുപോയി എന്നാണ് സഹോദരങ്ങളെ ചരിത്രം. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകദേശം 98ഓളം 100ഓളം വയസ്സ് എത്താൻ പോകുന്നു. ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒന്ന് അടുത്ത് ഇരുന്ന് പരമാവധി സ്ഥലം ഉണ്ടാക്കുക. പുറത്ത് പലരും നിൽക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി അറിയിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. കുഞ്ഞിന് ഏകദേശം 10ഓളം വയസ്സാകുമ്പോഴാണ് ബലി നൽകണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനത്തിൻ്റെ മുമ്പിലും ഇബ്രാഹിം നബി പതറിയില്ല. നമ്മളാണെങ്കിൽ എന്താ, എൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് പടച്ചവനെ നീ എന്തെങ്കിലും മാർഗം എൻ്റെ മുമ്പിൽ കാണിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്താനാണ് നമ്മുടെ മനസ്സ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലവിളിച്ചില്ല, അന്തം വിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ബലിയുടെ പൊരുൾ, പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഇബ്രാഹീമിന് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ബലിയുടെ പൊരുൾ. തൻ്റെ സ്നേഹം, ദൈവസ്നേഹത്തെ, തൻ്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ ദൈവസ്നേഹത്തിനാണ് സ്ഥാനം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് പ്രാവർത്തിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആ തിരുമില്ലത്ത് നാം ഓരോരുത്തരും അനുധാവനം ചെയ്തുകൊണ്ടാണ് നാം ഓരോ ബലിപ്പെരുന്നാളിലും ഉലഹിയ കർമ്മം, ബലി സമർപ്പണം നടത്തുന്നത്. അതുകൊണ്ട് തികച്ചും ബലി സമർപ്പണം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്തും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രതീകാത്മകമായ ഒരു സമർപ്പണവും നിലപാടുമായിരിക്കണം ആ വിഷയത്തിൽ ഉള്ളത്. എന്നാൽ ഇന്ന് ബലി കശാപ്പുകാരൻ്റെ കശാപ്പിനോട് സമരസപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹത്വവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇറച്ചിക്ക് വേണ്ടിയല്ല, മാംസത്തിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള
പൊരുളാണ് ബലിയുടെ പൊരുള്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധ പാലിച്ചുകൊണ്ട് ഒരു ഇബാദത്തായി അതിനെ പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലം കിട്ടുന്ന നിലയിൽ മാറ്റിയെടുക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, സോഷ്യൽ മീഡിയ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും പല അബദ്ധങ്ങളിലേക്കും ചെന്ന് ചാടാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബലി നിരോധിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഇസ്ലാമിന്റെ ശത്രുക്കള് ഭരണാധികാരികളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തികച്ചും ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന നിലയിൽ ആകണം. അത് സോഷ്യൽ മീഡിയയിൽ ആരും അത് ഫോട്ടോ എടുത്തുകൊണ്ട് ആരും അത് യൂസ് ചെയ്ത് നാം ഓരോരുത്തരും നമ്മൾ തന്നെ കുഴിച്ച കുഴിയിലേക്ക് ചെന്ന് വീണു കൊടുക്കരുത് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സൂക്ഷ്മത പാലിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇന്ന് ഒരുപാട് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനമാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പലവിധമായ ദുഃഖങ്ങൾ വലിയ ഘനീഭവിച്ച ഒരു അന്തരീക്ഷത്തിലാണ് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പുതുവസ്ത്രം ധരിച്ച് പെർഫ്യൂം ഉപയോഗിച്ച് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതെ, നല്ലൊരു വസ്ത്രം ധരിക്കാൻ നിവർത്തിയില്ലാതെ, ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയാതെ, അല്പം വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാതെ വർഷങ്ങളായി പലസ്തീനിലെ കുഞ്ഞുമക്കൾ, നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും സമാനമായ സ്ത്രീകൾ, പ്രിയപ്പെട്ട പിതാക്കന്മാര്, അവരെല്ലാവരും അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബൈത്തുൽ മുഖദ്ദസാവുന്ന അള്ളാഹുവിന്റെ തിരുഭവനത്തിന്റെ മോചനത്തിന് വേണ്ടി അവരെ ഓർക്കാതെ, പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഒരു പെരുന്നാളും ആഘോഷിച്ചാൽ പടച്ച തമ്പുരാനത് എത്രത്തോളം തൃപ്തി ഉണ്ടാകുമെന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശേഷം നടക്കുന്ന പ്രാർത്ഥനയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ആഭാസത്തിനും ആഡംബരങ്ങൾക്കും വഴിമാറുകയും ചെയ്യരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആഘോഷിക്കാം, ഇസ്ലാം നൽകുന്ന ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെയും കാണുന്നതിന് വേണ്ടി ഒരു ബലിപ്പെരുന്നാൾ സുദിനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ബുഗാസി യുദ്ധത്തിൽ തങ്ങളുടെ പൂർവികർ നടത്തിയ വീരേതിഹാസമായ യുദ്ധ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് പാട്ടുപാടി കൈകൊട്ടിക്കൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ രണ്ട് പെൺകുട്ടികൾ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭക്തനായ ആഖിറത്തിന്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ആ പാട്ട് കേട്ടപ്പോൾ അബൂബക്കറിന്റെ ചിന്ത മറ്റൊന്നായി. അബൂബക്കർ രണ്ട് കുട്ടികളെ വിരട്ടുകയാണ്. മകളാകുന്ന ആയിഷയോട് ചോദിക്കുകയാണ്, ദൈവദൂതന്റെ വീട്ടിലാണോ പിശാചിന്റെ വീണവായന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതപ്പ് മൂടി വിശ്രമിക്കുകയായിരുന്ന മഹാനവറുകളെ തന്റെ മുഖത്തു നിന്നും പുതപ്പ് മാറ്റിയിട്ട് അബൂബക്കറിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, അബൂബക്കറെ, ആ കുട്ടികളെ വിരട്ടല്ലേ, നിന്റെ മകൾ ആയിഷയെ നീ കുറ്റം പറയല്ലേ. എല്ലാ ഓരോ സമൂഹത്തിനും ആഹ്ലാദമുണ്ട്, ആഘോഷമുണ്ട്. ഇത് നമ്മുടെ ആഘോഷ സുദിനമാണ്. അതുകൊണ്ട് അവർ പാടട്ടെ, കൈകൊട്ടട്ടെ. അതുകൊണ്ട് നിങ്ങൾ അതിനെ തടയരുത് എന്ന്. സഹോദരങ്ങളെ, ഇത് ഗാനമേളയ്ക്ക് ഉൾപ്പെടെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾക്ക്, പാട്ടുകൾക്ക് ഒന്നും വഴിമാറി പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആവശ്യമുള്ള നിലയിൽ നമുക്ക് സന്തോഷിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായ ഈ ഈദ് ദിനത്തിന്റെ നന്മകൾ നിലനിർത്തി നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇബ്രാഹിം, ഹാജറ, ഇസ്മായിൽ
പിതാവ്, മാതാവ്, പുത്രൻ ഇവരെ മാതൃകയാക്കി നമുക്കും ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അനുകൂല സാഹചര്യങ്ങളും തൗഫീഖും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബലികർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നവരുടെ ബലി പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിതരായി വിഷമിച്ച് ബുദ്ധിമുട്ടി കഴിയുന്ന എല്ലാവർക്കും ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ നല്ല പുലരികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.